ഇതാണ് ഞാൻ പറഞ്ഞത്. വീട് ഇതന്നെയാണ്. ഓട്ടക്കാരൻ സ്ഥിതിലോക്കന്റെ വീട് ഇവിടെ അല്ലേ? കൂടണ്ടോ? ആ ആ എന്താണ് പണിയിലായിരുന്നോ? പണിയിലായിരുന്നു. ഇവിടെ കുറച്ച് ഓലി മട്ടൊക്കെ കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക്. നിങ്ങളെ കാണാൻ പോകുന്നതാണ്. നിങ്ങളെ വീഡിയോ 2 തവണ കണ്ടിട്ടുണ്ട്. ഒരു പരപ്പനങ്ങാടിയിൽ ഒരു ഓടി ഇരുന്ന് കുറെ ആളുകൾ വൈറലാക്കിയ ഒരു വീഡിയോ. പിന്നീട് മുംബൈ മാരത്തോണിൽ ഓടുന്നത് നേരിട്ട് കാണാൻ പോകുന്നതാണ്. ജെയ്സി മാറ്റിയപ്പോ ആളാകെ മാറിപ്പോയല്ലോ. പ്രാക്ടീസ് എവിടെ വെച്ചിട്ട് നടത്താറുള്ളത്? ഇവിടെ വെച്ചിട്ടാണ് ഗ്രൗണ്ടിൽ പോവോ? നടന്നു പോകുന്നതിന്റെ അങ്ങാടിക്ക്. അല്ലാതെ പ്രാക്ടീസിന് കണ്ടെത്താറില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുമ്പോ ആ ഗ്രൗണ്ട് ബ്ലോസം കോളേജിന്റെ ഗ്രൗണ്ടിൽ പോകും. രാവിലെ ഒഴിവുള്ള ദിവസം എത്ര മണിക്കൂർ? അരമണിക്കൂർ 1 മണിക്കൂർ ഓടും. എല്ലാ ദിവസവും പതിവുണ്ടോ? പതിവില്ല, ജോലി ഇല്ലാത്തന്ന് അങ്ങനെ പോകും. പിന്നെ മറ്റെന്തൊക്കെയാണ് എക്സസൈസുകൾ? എക്സസൈസ് വാമപ്പ് ചെയ്യലുണ്ട്. ജോലി എന്താ? കൂലിപ്പണി എടുക്കണേ, കൂലിപ്പണിയാ ചെയ്യുന്നത്. എല്ലാ ജോലിക്കും പോകും. എല്ലാ ജോലിക്കും പോകും. എവിടെ? ഈ നാട്ടിലൊക്കെ അതിനിടയിൽ ഒഴിവ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ വാഹനം ഉപയോഗിക്കോ? വാഹനം ഉപയോഗിക്കില്ല. നടത്താണ് വ്യായാമം. നടത്താൻ തന്നെ വ്യായാമം. മെയിൻ വ്യായാമം അതാണ്. ചെറുപ്പത്തിലെ നിങ്ങളൊരു സ്പോർട്സ്മാൻ ആണോ? സ്കൂളില് പഠിച്ചിരുന്നതായിട്ട് 9ാം ക്ലാസ്സിൽ നിന്ന് ഞാനൊരു 2 മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. 2 വെള്ളി സെക്കൻഡ് കിട്ടിയിട്ടുണ്ട്. 1500, 200. പിന്നെ സ്പോർട്സിന് അന്ന് വലിയ പ്രാധാന്യമില്ലാത്ത കാലമായിരുന്നു. പിന്നെ അത് അങ്ങനെ പോയി. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ഒരു താല്പര്യം വരുന്ന എപ്പോഴാണ്? ഇവിടൊക്കെ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ ഇവിടെ ജോലി വരുമ്പോ അങ്ങനെ ഒരു പേപ്പർ, മനോരമ പേപ്പറിൽ ഒരു പരസ്യം കണ്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് ഇങ്ങനെ ഓട്ട മത്സരം ഉണ്ട് ജില്ലാ ഇതില്. അതങ്ങനെ പേര് കൊടുത്ത് അതിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ക്ലബിനോടാണ് ഞാൻ ഈ രംഗത്ത് പിന്നെ വരുന്നത്. ഈ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുമ്പോ, അതിന് പോകുമ്പോ, അതിന് പിന്നിൽ പ്രവർത്തിക്കുമ്പോ ഒക്കെ ഫാമിലിന്നും നാട്ടുകാരിന്നും കുടുംബക്കാരിന്നും ഒക്കെ സപ്പോർട്ട് ഉണ്ടോ? സപ്പോർട്ട് ഉണ്ട്. ചില ആൾക്കാര് പേരെടുക്കാനാന്ന് പറയും. ഓക്കെ. അതെ, ഞാൻ പിന്നെ നമ്മൾ നാടിന് വേണ്ടിയും ഇതൊക്കെ ആയിട്ട് നമ്മള് ഒരു മത്സരം പങ്കെടുക്കാൻ നമുക്കൊരു വ്യായാമത്വം കൂടിയാണ്. ഇപ്പൊ വീഡിയോ വൈറലായതിനു ശേഷം ആളുകളൊക്കെ അഭിനന്ദിച്ചു. നല്ല പ്രോത്സാഹനം അപ്പള്ളി. ഇപ്പൊ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നു. അവസാനമായിട്ട് മുംബൈ മാരത്തോണിലാണ് പങ്കെടുത്തത്. അത് നിങ്ങളെ റിസ്കിലാണോ പങ്കെടുത്തത്? അത് നമ്മള് എല്ലാവരും ഫാമിലി, കുടുംബക്കാര്, ബന്ധുക്കള്, ക്ലബുകള്, ലയൺസ് ക്ലബ്ബ്, വലിയപറമ്പ് ലയൺസ് ക്ലബ്ബ്, ഇവരൊക്കെ സാമ്പത്തിക സഹായിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കള്, കുടുംബക്കാര്, ബന്ധുക്കള് ഇവരൊക്കെ ആയിട്ട് ഈ പോകാനുള്ള ആരാണ് എല്ലാ പൈസ പറയാനുണ്ടാവും. ഇത് ഓട്ടം നടത്തൊക്കെ നല്ലത് തന്നെ. ശരീരത്തിന് പ്രഷർ, ഷുഗർ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ല. ശരീരം വെറുതാല് ഗുളിയോ കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. നന്നായിട്ട് വ്യായാമം ചെയ്യും, കഠിനാധ്വാനം ചെയ്യും, ഒരു പ്രയാസവും ഇല്ല. അതന്നെ മെസ്സേജിലെ. അതന്നെ. ഓക്കെ. പിന്നെ ഈ ഫുഡിന്റെ രീതിയൊക്കെ എന്താ? ഭക്ഷണം വീട്ടിലുണ്ടാക്കണ അത് മാത്രമേ കഴിക്കുള്ളൂ. ഫാസ്റ്റ് ഫുഡ് ഒന്നുമില്ല. വീട്ടിലുണ്ടാക്കണ എന്താ അത് കഴിക്കുക. പിന്നെ അങ്ങാടിയിലേക്കാണെങ്കിലോ എന്താവശ്യങ്ങളും നടന്നു പോവുക. എല്ലാ ദിവസങ്ങളും ഒഴിവ് കിട്ടുമ്പോൾ വ്യായാമം ചെയ്യുക. അങ്ങനെ പിന്നെ പണിക്ക് പോവാ. ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും ജീവിതം അല്ലേ? മൊബൈലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? എപ്പോഴും അങ്ങനെ അതുമേ പ്രത്യേക. അപ്പൊ നിങ്ങൾ വീഡിയോ അത് വൈറലായി ആരെ കാണിച്ചത്? നിങ്ങൾ കണ്ടിരുന്നോ? അല്ലെങ്കിൽ ആരെ കാണിച്ചത്? മകൻ കാണിച്ചു തന്നു. മകൻ കാണിച്ചു തന്നു. അപ്പൊ എന്ത് തോന്നി? സന്തോഷം തോന്നി. നമ്മള് മറ്റുള്ളവര് കാണുമ്പല്ലേ എനിക്കും സന്തോഷം തോന്നിട്ട്. അന്ന് നിങ്ങൾ വന്ന് ഇങ്ങനെ അവിടെ ഇരിക്കുന്നത് കണ്ട് എല്ലാവരും ഉണ്ട്. ഈ ആളെ തപ്പി നടക്കായിരുന്നു. ഇന്നാണ് ഇപ്പൊ ആളെ കിട്ടിയത്. സന്തോഷമുണ്ട്. ഇനിയും നിങ്ങള് ഇതിലുണ്ടല്ലോ നമ്മളെ മാസ്റ്റേഴ്സ് മീറ്റിലൊക്കെ. ഇപ്പൊ ഏത് ഏജിലാണ് പങ്കെടുക്കുന്നത്? മാസ്റ്റേഴ്സ് 55-55. ഇനി എത്ര വയസ്സ് കിടക്കുന്നുണ്ട്? പങ്കെടുക്കണം. അതുപോലെ തന്നെ ഈ എവിടെ മാരത്തോൺ ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കില്ല. ഇപ്പൊ അടുത്തായിട്ട് പുളിക്കൽ 5 കിലോമീറ്റർ ഓടി. ടോപ്പ് എത്ര കിലോമീറ്റർ ഓടിയത്? ടോപ്പ് അന്ന് പരപ്പനങ്ങാടി 12 കിലോമീറ്ററിന്റെ അടുത്തൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓടിച്ചാടി നടക്കുമ്പോ ഈ പുതിയ നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ അയൽപക്കത്തുള്ള കുറെ കുട്ടികളൊക്കെ അവിടെ കണ്ട് ഇവരൊക്കെ കൂടെ കിട്ടുമോ? ഇവരൊക്കെ മൊബൈലിൽ കളിക്കണ താല്പര്യം. ഈ ഫീൽഡ് അതിന്ന് വെടിഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് വരണം. കുട്ടികളൊക്കെ വരണം. ഈ പുതുതലമുറക്ക് ഒരു അവർക്കെന്താ പരിപാടി? വൈകുന്നേരങ്ങളിലൊക്കെ മൊബൈല് കളിച്ചിരിക്കുക, വേറെ പണിയില്ല. അതിലങ്ങനെ സ്ക്രീനിൽ നോക്കിയിരിക്കുക. ഒന്ന് ഇറങ്ങി ഒന്നിനും ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ നടന്നു പോകുന്നുള്ളത്. പുതിയ തലമുറ ഇങ്ങനെ എല്ലാവരും വണ്ടി എടുത്ത് പോകും.
അപ്പൊ അതേപോലെ മൊബൈലിന് സമയം കളിക്കും, വൈകുന്നേരം കളിക്ക ഒരു പരിപാടി ഇല്ല. ഇങ്ങനെ സ്പോർട്സിലേക്ക് വരൂലേ? നമ്മളെ അയൽവാസിയാണ്, വളരെ ഉഷാറാണ്, വളരെ ഓട്ടക്കാരനാണ്. നിങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ടോ? താല്പര്യമാണ്, നമ്മൾ കൊടുക്കണ്ടല്ലോ. നാട്ടുകാരെ മൊത്തം ചെയ്തതിന്റെ ഒപ്പാണ്. ഓന് ഭയങ്കര ആവേശമാണ്, രാവിലെ വൈകുന്നേരം എപ്പോഴും ഓടുന്ന പണിയാണ്. നല്ല അധ്വാനിക്കുന്നുണ്ട്. നിങ്ങൾ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഓടില്ല എന്നുള്ള അത് ഇൻഷാല്ലാ. പിന്നെ നമുക്ക് നമ്മുടെ സമയത്ത് അങ്ങനെയല്ല, പണിക്ക് പോകുമ്പോ നല്ല പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഏതായാലും വളരെ ഉഷാറാണ്. സപ്പോർട്ട് ഉണ്ട്. വളരെ സപ്പോർട്ട് എല്ലായിടത്തും ഉണ്ട്, നാട്ടുകാരുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇനിയും പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. എല്ലാ സപ്പോർട്ടും ഞങ്ങളെ വക ഉണ്ടാവും, ഇതാക്കും വേണ്ടിട്ട്. പിന്നെ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് മെഡലുകൾ കുറെ കിട്ടിയില്ലേ? മെഡൽ മോന ചെറിയ മോനാണ്. മെഡലുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ബോംബെ മാരത്തോൺ കുറെ മെഡലുകൾ ഉണ്ടല്ലോ, അതുപോലെ സർട്ടിഫിക്കറ്റുകൾ, ട്രോഫികളൊക്കെ ഉണ്ടാവും. ഓക്കെ, സന്തോഷം. ഇനിയും കൂടുതൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാനും മാരത്തോൺ എവിടെ ഉണ്ടെങ്കിലും പോയി പങ്കെടുക്കുക. പുതിയ മത്സരങ്ങൾ പങ്കെടുക്കാൻ കഴിയട്ടെ, വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, സന്തോഷം മോനെ.